നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച വീട് കേട്ടോ. വീടല്ല, റൂം. ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു 10-25 ഫാമിലിക്ക് സെപ്പറേറ്റ് വീട് പോലെ തന്നെ, അതായത് ഫ്ലാറ്റ് പോലെ തന്നെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പം ഒരു സെക്ഷനിലാണെങ്കിൽ, ഒരു ഫാമിലിക്കാണെങ്കിൽ 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, അതുപോലെ വർക്ക് ഏരിയ, അങ്ങനെ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഒരു വീടൊക്കെ പണിയുകയാണ്, ഒരു 3 മാസം ഒരു വാടകയ്ക്ക് താമസിക്കാൻ സ്ഥലം തപ്പിയിട്ട് കിട്ടുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ചെയ്ത് കിട്ടും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. റംസി എന്നാണ് ഓണറുടെ പേര്. ആ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ എടത്തനാട്ടുകര പൊൻപാറ എന്ന് പറഞ്ഞ ഒരു മലയിലോട്ടാണ്. നല്ല അടിപൊളി മലയാണെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ഓഫ് റോഡാണ്. അങ്ങോട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പറഞ്ഞു തരാം. പിന്നെ ഈ റെഡ് ഷർട്ട് ഇട്ടതാണ് നമ്മുടെ ഹിലാൽ എന്നാണ് പേര്. നമ്മുടെ അൻവറിൻ്റെയൊക്കെ ചങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെ പരിപാടിയെല്ലാം തീർത്തായിരുന്നു. 2:45 അത് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ 2:45 ആയപ്പോൾ നമ്മൾ റൂമിൽ വന്നു. പോരുന്ന വരിക്ക് മൻസൂർ ഫുഡൊക്കെ മേടിച്ച് തന്നു. മൻസൂർ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം റൂമിൽ വന്നു കുളിച്ച് ഫ്രഷായി. അപ്പോൾ അൻവർ പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്തായാലും 2 ദിവസം നിൽക്കണം, അതായത് ഞങ്ങൾ തിങ്കളാഴ്ച നൈറ്റ് പോരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അൻവർ എന്നോട് പറഞ്ഞു, ആൽബിനെ ഒരു ചൊവ്വായും ബുധനും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, മെൽവിൻ്റെ ക്ലാസ്, ഡാഡിയുടെ ജോലി, അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തിരിച്ചു പോരണം, തിങ്കളാഴ്ച തിരിച്ചു പോരണം എന്നുള്ളൊരു കണക്കൂട്ടലായതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് ഈ ഞായറാഴ്ച ഒരു ദിവസം, ഇപ്പം വൈകുന്നേരം ആയാലും സാരമില്ല, ടൈം കളയണ്ട, ഒരു മലയിൽ കൊണ്ടുപോകാം, നല്ല അടിപൊളി മലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് എങ്ങനെയുള്ളൊരു ഓഫ് റോഡ് ആയിരിക്കും എന്നോർത്ത് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. പൊൻപാറ എന്നാണ് ആ മലയുടെ പേര് കേട്ടോ. എന്തായാലും നമ്മൾ ഓഫ് റോഡ് കയറാൻ തുടങ്ങി. നമ്മൾ താഴെ ഫോറസ്റ്റ് സാറുമാരുണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയിട്ട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല. നമ്മളിപ്പം ജസ്റ്റ് മേളിലോട്ട് പോരുകയാണ്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും റോഡൊന്നും വലിയ കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ നമ്മളെ കാഴ്ചയിൽ നമ്മുടെ ടാർഗറ്റിന് മുന്നോടിയായിട്ട് ഈ എന്താ പറയുക, ഈ ഗ്രാവിലൊക്കെ നിരത്തിയേക്കുന്നത് പോലെ തോന്നുള്ളൂ. പക്ഷേ നല്ല ഉരുളൻ കല്ലുകളാണ്. ഈ കരിങ്കല്ലിൻ്റെ വലിയ പീസ് തന്നെ. അത് നല്ല എന്താ പറയുക, ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല. വീഡിയോയ്ക്കകത്ത് അത്രയ്ക്ക് എഫക്റ്റ് തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ ഫ്രണ്ട് വീൽ കൊടുത്ത് തന്നെയാണ് നമ്മൾ കയറുന്നത്. പക്ഷെ നല്ലൊരു അടിപൊളി എന്താ പറയുക ആംബിയൻസ് ആണ് ഇവിടെ. മൊത്തവും തേക്ക് മരം ആണ് എന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയായാലും ഞങ്ങളങ്ങനെ മുന്നോട്ട് കയറുന്നു. പിന്നെ നമ്മൾ അൻവർ എന്നോട് പറഞ്ഞായിരുന്നു, ആൽബിനെ ചിലപ്പോൾ അവിടെ ഈ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, അപ്പം വഴിയിലൊക്കെ വലിയ റബ്ബർ മരങ്ങളൊക്കെ കുത്തി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, അൻവറിനൊക്കെ തടിക്കച്ചവടത്തിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് അൻവറിനും അൻവറിൻ്റെ തന്നെ കൂടപ്പിറപ്പാണ്, കൂട്ടുകാരനാണ്. അപ്പോൾ അവർക്ക് ലോറിയുണ്ട്, 3 SC വണ്ടിയുണ്ട്. അപ്പം അവർക്ക് ഈ തടി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്താണ് ഈ യാത്ര. കാരണം ഏതെങ്കിലും ബൈ ചാൻസ് വഴിയിൽ തടിയൊക്കെ കിടക്കുവാണെങ്കിൽ അത് മുറിച്ച് വേണം നമുക്ക് കയറി പോകുവാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു എന്താ പറയുക യാത്രയാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ.
പിന്നെ മുന്നോട്ട് പോകുന്ന വഴിയിലെല്ലാം ഇടവിട്ട് അതായത് കുറേ ഗ്യാപ്പിൽ ഈ കറണ്ട് കമ്പികൾ വലിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷെ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മൃഗങ്ങൾ, അതായത് ഈ ആനയൊക്കെയാലും ഒരിക്കലും ചത്തുപോകത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു വൈബ്രേഷൻ, അതായത് തീർത്തും ഈ ഒറ്റ ലൈനാണ്, ഒറ്റ ചെറിയൊരു കമ്പിയാണ് വലിച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് തട്ടിയാലും ചെറിയൊരു വൈബ്രേഷൻ അത്രയേ ഉള്ളൂ. അപ്പം നമുക്കാണെങ്കിലും എന്താ പറയുക, അങ്ങോട്ട് കയറി പോകണമെങ്കിലും അതെല്ലാം ഓഫ് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷമേ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെയും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാം. അവരുടെ കസിനായിട്ടുള്ള ബഷീറും ബഷീറിൻ്റെ സുഹൃത്തും കൂടെ 45 ഏക്കർ തോട്ടം, പറമ്പ്, അത് ഈ കാടിൻ്റെ ഉള്ളിൽ അവർ ലീസിനെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റബ്ബറാണ് മെയിനായിട്ട് കൃഷി. അപ്പോൾ ഇവർക്ക് നൈറ്റൊക്കെ താമസിക്കാനായിട്ടൊരു വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടാണ്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നൈറ്റ് നിൽക്കാം എന്നുള്ളൊരു തീരുമാനം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതൊന്നും നല്ലൊരു അടിപൊളി കാഴ്ചകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. 45 ഏക്കറാണ് അവർ ലീസിനെടുത്തേക്കുന്നത്. കാരണം അവിടെ കൃഷിയും കാര്യങ്ങളും ഇവർ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു രീതിയിൽ വണ്ടിക്ക് നല്ല ലുക്കായിട്ട് തോന്നി കേട്ടോ. കാരണം അവനെ പതുക്കെ കുലുങ്ങിച്ചാടി വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക തലയെടുപ്പ് തന്നെയല്ലേ. പിന്നെ എന്തായാലും നമ്മുടെ വണ്ടിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം KL10 എന്ന് പറയുമ്പോൾ മലപ്പുറമാണ് അവൻ്റെ തട്ടകം. അവനവൻ്റെ സ്വന്തം നാട്ടിൽ വന്നതിൻ്റെ ചെറിയൊരു നെകളിപ്പിലാണ് കേട്ടോ ചെറുക്കൻ. നമ്മൾ പറഞ്ഞാൽ വലിയ അനുസരണയൊന്നുമില്ല. അവൻ തോന്നിയ രീതിക്കുള്ള കളികളാണ് കേട്ടോ. പിന്നെ സാരമില്ല, നമ്മുടെ ചെറുക്കനല്ലേ, അവനവൻ്റെ സ്വന്തം നാട്ടിൽ വന്നതല്ലേ, ഒന്ന് നെകളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. രാത്രിയാവുന്ന ഇന്ന് രാത്രി അവിടെ ചെല്ലുമ്പോൾ ഇന്ന് രാത്രിയാവും. വീഡിയോ എടുത്ത് വരുമ്പോ മൻസൂറും സലീമും ബഷീർ ഭായിയുമാണ് കേട്ടോ നമുക്ക് വഴി തെളിച്ച് മുന്നേ പോകുന്നത്. അതിപ്പോൾ ആനയല്ല, എന്തു വന്നാലും പുലി വന്നാലും ഒരു വിഷയവുമില്ല, ഞങ്ങൾ വഴി തെളിച്ച് മുന്നിലുണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ മൻസൂർ പോരുന്നത്. ആ ഒരു കലിപ്പിലാണ് പുള്ളി ഇരിക്കുന്നത്. സലീമൊക്കെ കട്ടയ്ക്ക് കൂടുതലുണ്ട് കേട്ടോ. ബഷീർ ഭായിയാണ് തൊട്ട് പുറകെ ഇരിക്കുന്നത്. അൻവർ നമ്മുടെ കൊടുത്തിയ വണ്ടിയിലാണല്ലോ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഏതോ ഒരു ആന മുന്നോട്ട് ഈ പറഞ്ഞ മലയൊക്കെ കാണാൻ വേണ്ടി കയറി പോയതായിരിക്കും. അവന് ചുമ്മാ പോയപ്പോൾ ഒരു രസം തോന്നി. ഒരു റബ്ബർ മരം നിൽക്കുന്നത് കണ്ടു. എന്നാൽ ചുമ്മാ ഒന്ന് കുത്തി മറിച്ചിട്ടേക്കാന്ന് വിചാരിച്ച് കാണും കേട്ടോ. എന്തായാലും പുള്ളി കുത്തി മറിച്ചൊരു റബ്ബർ മരം നമ്മുടെ വഴിയിലോട്ട് വിലങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മുറിച്ച് മാറ്റാതെ പോകാനായിട്ട് സാധിക്കത്തില്ല.
അപ്പോൾ എന്തായാലും അത് മുറിച്ച് മാറ്റാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെ സംബന്ധിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഓഫ് റോഡ് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വഴി വെട്ടിത്തെളിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് കേസ് കിട്ട് വന്നാലും ഒരു വിഷയവും ഇല്ല. നമുക്ക് ഇനിയിപ്പോൾ മരം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു വിഷയവും ഇല്ല. നമ്മളെന്തായാലും നിങ്ങളത് അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെ ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയാണല്ലോ, ഈ മലയും കാര്യങ്ങളും അവരുടെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇവരും ഈ കടന്ന് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിലൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. കാരണം നമുക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ എന്തിനും ഏതിനും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് അവരുടെ ആ ഒരു സ്നേഹമാണ് കേട്ടോ. അത് ശരിക്കും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇതുപോലുള്ള ഓരോ സിറ്റുവേഷനിലും. സാധനം തട്ടിയിട്ട മരമാണ്. കഴിഞ്ഞോ കാണിക്കാം. വലിയ വെള്ളം കുടിക്കണല്ലോ. കേറല്ലേ? പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിനു മുന്നേ മുതുകോരമല ഒരു എപ്പിസോഡ് പോയായിരുന്നു.
അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അതിൻ്റെ 1-2 മെസ്സേജുകൾ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞ റൂട്ട് എൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് വന്നതല്ല കേട്ടോ. അതിനകത്ത് ആർക്കും ഒരു മുഷിച്ചിൽ തോന്നരുത്. ഇനിയിപ്പം പോകുന്ന ആൾക്കാർക്കും റൂട്ടിനൊരു മിസ്റ്റേക്ക് വരരുത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന റൂട്ട് തെറ്റാണ്. അപ്പോൾ ഞാൻ പൂഞ്ഞാറിന്ന് കൈപ്പള്ളി എന്നാണ് പറഞ്ഞത്, അത് റൂട്ട് തെറ്റാണെന്നാണ് നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ, ഞാൻ കൈപ്പള്ളി എന്നാണ് പല വഴിയിലും ആൾക്കാരോട് ചോദിച്ചത്. അപ്പോൾ അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റൂട്ട് അവരെനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. അത് റൂട്ടെന്ന് പറയുന്നത് പൂഞ്ഞാറ്, കുന്നോന്നി, ഏന്തുംപള്ളി, മുതുകോരമല, അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇനിയിപ്പം എന്തായാലും ആൾക്കാർ ആ വീഡിയോ കണ്ടുപോയി, ഇനിയിപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും കൊടുത്തോളാം. അപ്പം വേറൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായി, അത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അതിന് കറക്റ്റ് റൂട്ട് ഞാൻ ആ പറഞ്ഞതാണ് കേട്ടോ. അതായത് പൂഞ്ഞാറ്, കുന്നോന്നി, ഏന്തുംപള്ളി, പിന്നെ മുതുകോരമല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു റൂട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കൊന്നും തോന്നരുതേ, ഒരു തെറ്റ് പറ്റിപ്പോയതാണ് കേട്ടോ. നിങ്ങളെന്നെ ഊരുന്നാരാ ഇറത്താണ് അതിന് പോലെ പോകുന്നില്ല. ഓഫ് ചെയ്ത മേലെ പോയിട്ട് എർത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയായിട്ട് എർത്തിൻ്റെ ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സോളാറിൽ നിന്നുള്ള ഇതാണ് കേട്ടോ, കറണ്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. കാരണം അങ്ങോട്ട് വേറെ ഈ ലൈനോ കാര്യങ്ങളൊന്നും കറണ്ട് സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ആ മേളിൽ ബഷീറിൻ്റെ വീടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ 35-40 ഏക്കറോളം പുള്ളി ലീസിനെടുത്തേക്കുവാണ്. റബ്ബറാണ് അതിനകത്ത് മൊത്തവും. അപ്പം പുള്ളിക്ക് താമസിക്കാനുള്ള സൗകര്യത്തിനൊക്കെയാണ് മേളിൽ വീടൊരെണ്ണം ഉള്ളത്. അപ്പോൾ മേളിൽ പോയിട്ട് ഇനിയിപ്പം എർത്തിൻ്റെ ആ സ്വിച്ച് ഓഫ് ചെയ്യണം. അതിന് ശേഷമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇത്രയും ദൂരം അവരുടെ കൂട്ടത്തിൽ നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതാണ് കേട്ടോ. കാരണം അവർ കസിൻസ് ഉണ്ട്, അവർ കൂട്ടുകാരുണ്ട്, അവരെല്ലാം ഒറ്റക്കെട്ടാണ് കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇപ്പം അവർക്കൊരു ഒരു ഹെൽപ്പ് വേണം, സാമ്പത്തികമായിട്ടോ ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കും ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. അതുപോലെ ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാലും അവർക്കെല്ലാം 100 കൂട്ടം പരിപാടികളുള്ള മനുഷ്യരാണ്. ഇപ്പം ചില ആൾക്കാർക്ക് തടിക്കച്ചവടമുണ്ട്, ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ റബ്ബർ തോട്ടം ലീസിന് എടുത്തേക്കുന്നു. ഇങ്ങനെ 100 കൂട്ടം പരിപാടികളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അവർ. എന്നാലും നമുക്ക് വേണ്ടി അവരുടെ ആ ഒരു സമയം മാറ്റി വെച്ച് നമ്മുടെ കാര്യത്തിന് വേണ്ടി ആരും കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും അവരുടെ ജോലി തിരക്കുകൾ മാറ്റി വെച്ച് ഒരു എതിർപ്പും ഇല്ല, നമ്മളെ അതുപോലെ കൊണ്ടു നടക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് അസൂയ തോന്നി. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് നല്ല ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ജീവിതത്തിൽ എപ്പോഴും നല്ല മുതൽക്കൂട്ടാണ് കേട്ടോ. അതിന് മെയിൻ കാര്യമുണ്ട്, ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേണം. അങ്ങനെ കിട്ടാനും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ.
നല്ല കാണിക്കും. പൂക്കട്ടെ. പൂക്കിയോ? എളാപ്പാ പോണ്ട. ഉണ്ടോ? അതൊന്നും വിളിക്കാൻ പറ്റില്ല നമുക്ക്. ചെറുപ്പ താമസക്കാരുടെ സെറ്റപ്പ് അല്ലേ? നമുക്ക് ഇവിടുന്ന് കുറെ ഈ ഡബ് ചെയ്ത് കുറെ പറയാം. തക്കാളി എല്ലാം കേടായി പോയി. പുളി ചേട്ടാ പേര് പറഞ്ഞു. പേര് പറ. അൻവർ. അൻവർ ചേട്ടൻ. നമ്മുടെ ചുറ്റോട്ടൊക്കെ വീട് പോകണ്ടേ, പേടിയാ. ചേട്ടൻ സലീം. മൻസൂർ. ഹിലാൽ. ഇല്ലു. സെറ്റല്ലേ പറഞ്ഞു. അൻവറിനോടാണെങ്കിലും വീഡിയോയിൽ കയറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ നിൽക്കത്തില്ല കേട്ടോ. അത് പൊതുവെ എല്ലാവരും തന്നെ അതെ. കാരണം അവരൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ വരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉള്ള ഒരു മനുഷ്യരല്ല കേട്ടോ, പച്ചയായ സാധാരണ മനുഷ്യർ. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, അവരുടെ ഈ ഏരിയയിൽ, അതായത് ഈ നാട്ടിൽ വന്നിട്ട് നമുക്കൊരു കുറവുണ്ടാവരുത്, നമുക്കൊരു എന്താ പറയുക ഒരു കുറവുകളോ നമുക്കൊരു എന്താ പറയുക ഒരു വിഷമങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും നല്ല ഉഷാറായിരിക്കണം. നിങ്ങളിവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ നല്ല കംഫർട്ടായിട്ട് നിങ്ങളുടെ മനസ്സിന് സംതൃപ്തിയോട് കൂടി തന്നെ വേണം ഇവിടുന്ന് പോകാനായിട്ട്. അവരുടെ ഒരു ചിന്തയും അതുതന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു പ്രദേശമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗി തോന്നി. അവിടെ ഓറഞ്ച് മരങ്ങളും പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ, നാരകം, പിന്നെ കുറേയേറെ കാട്ടുചെടികൾ, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ നിന്ന് കാണാനായിട്ട്. ഇതേ കുരുമുളക് നിൽക്കുന്നു, നല്ല നല്ല അടിപൊളി സ്ഥലം. പിന്നെ എന്താ പറയുക അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മേലോട്ട് വലിയ മലയുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും കയറാനായിട്ട് ഒത്തിരി നടക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പോയില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇത് പാലക്കാടിൻ്റെ ബോർഡറാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വലിയ മലകളാണ് കേട്ടോ. ആ മലയ്ക്ക് അപ്പുറം മലപ്പുറം ജില്ലയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ് കേട്ടോ. ഇത് ആ കഥകിൻ്റെ അവിടെ നിൽക്കുന്നത് നമ്മുടെ ഹിലു ആണ് കേട്ടോ, ഹിലാൽ. പുള്ളി ആളൊരു ചുള്ളനാണ് കേട്ടോ, നല്ല കാണാനൊക്കെ നല്ല ഗ്ലാമറാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചുള്ളൻ ചെറുക്കനും വേറെ ആളും കൂടി ഉണ്ട്, കുഞ്ഞാൻ എന്ന് പറയും. കുഞ്ഞാൻ, ഷിബി എന്നാണ് പേര്. ഷിബിനെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ ഷിമീർ ഭായ് ആണ് ഇവിടെ താമസിക്കുന്നത്. ഒരു 45 ഏക്കറുണ്ട്. അപ്പം പുള്ളി ഇത് ലീസിന് എടുത്തേക്കുന്നതാണ്. പുള്ളിയുണ്ട്, പുള്ളിയുടെ സുഹൃത്തുമുണ്ട്. അപ്പോൾ ഒരു 45 ഏക്കർ ലീസിന് എടുത്തിട്ട് അവിടെ റബ്ബറുണ്ട്, അങ്ങനെ കുറേയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളി താമസിക്കുന്ന ഒരു വീടാണിത്. പ്രത്യേക ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒന്ന് ഇരിക്കാനും തമാശ പറയാനും ഒക്കെ നല്ലൊരു പറ്റിയൊരു അന്തരീക്ഷമാണ്. ഒരു വൈകുന്നേര ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങും. ഒരു പ്രത്യേക സെറ്റപ്പാണ് കേട്ടോ. ചെറിയ നാരകമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിന് തൊട്ട് മേളിൽ നിന്നൊക്കെ ഈ എന്താ പറയുക ഈ ഉറവ വരുന്നത്, അത് ഇവർ ചെറിയ പൈപ്പിൻ്റെ അകത്ത് കൂടെ അവർ ആ വെള്ളം ശേഖരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ നല്ല ഐസിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലെ നല്ല ശുദ്ധമായ വെള്ളമാണ്. പിന്നെ നല്ല എന്താ പറയുക നല്ല ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിച്ചറിയാനായിട്ട് സാധിക്കും ഈ ഒരു ഏരിയയിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഒരു കോടയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അവർ കുറേ നിർബന്ധിച്ചായിരുന്നു നമുക്ക് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം.
നമുക്ക് നൈറ്റ് ഇവിടെ എന്താ പറയുക ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിച്ച് നമുക്ക് നാളെ രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും ചെറിയൊരു പേടിയായിരുന്നു കേട്ടോ. ഈ കാണുന്ന തെങ്ങില്ലേ, ആ തെങ്ങിലൊക്കെ ആന വന്ന് ഈ കുത്തി മറിക്കാൻ നോക്കിയതിൻ്റെ ഒത്തിരി പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടി തോന്നി രാത്രി നിൽക്കാനായിട്ട്. പിന്നെ ഈ ഒരു വീടൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക കാടിനകത്ത് വീടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെ വേണം. പ്രത്യേകിച്ച് എന്താ പറയുക ലൈറ്റൊന്നും ഇല്ല, ഒരു എന്താ പറയുക ഇരുട്ട് മൂടിക്കിടക്കുന്നൊരു വീട്. അതിനകത്ത് ചെറിയൊരു വെളിച്ചത്തിലൊക്കെ ഇരിക്കുമ്പം ഒരു പ്രത്യേക സെറ്റപ്പ് തന്നെയാണ്. അതിൻ്റെ ബാക്കിലൊക്കെ മരങ്ങളൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. പ്രത്യേകം തൊട്ട് ബാക്കിലോട്ടെല്ലാം മലകളാണ്. ആ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടെല്ലാം മലകളാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നൊക്കെ റബ്ബറാണ്. ഇതിൻ്റെ അപ്പുറം, ആ റബ്ബറിൻ്റെയൊക്കെ അപ്പുറം കാണുന്നത് കാടാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, അടിപൊളി സ്ഥലമാണ്. അൻവർ പുള്ളിയാണ് കേട്ടോ നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നെ. എന്നെ ഒരു 2 ദിവസം മുന്നേ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് പോരുന്നത്. പക്ഷെ അൻവർ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട കേട്ടോ, നമ്മുടെ കയ്യിലോട്ടാണ് പോരുന്നത്, ഒരു വിഷയവും ഇല്ല, ധൈര്യമായിട്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. എല്ലാ കാര്യവും നമുക്ക് നല്ല കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇയാളുടെ സൈഡാക്കി ആ വണ്ടി മുന്നിൽ പോയി കിടന്ന് ഇവരെ ആ വണ്ടി കയറിയാൽ മതി, ഞാൻ വണ്ടി കയറിയാൽ മതി. അവിടെ സൈഡാക്കി പോട്ടെ. ചേട്ടാ ഞാൻ കെട്ടേണ്ട ആവശ്യമുണ്ടോ അവിടെ? കെട്ടേണ്ട ആവശ്യമുണ്ടോ? നമ്മളത് കെട്ടേണ്ട ആവശ്യമുണ്ടോ? അവര് വന്ന് കിട്ടുമോ? ഇറങ്ങുമല്ലേ? ഭയങ്കര തണുപ്പാണ്. ഇങ്ങനെയാണ് വെട്ടിയ നേരം കൊടുക്കുമ്പോഴേ അവരോട് ചെറ്റകളിൽ മാറ്റി കൊടുക്കണം. ഈ വണ്ടിയുടെ മേളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോഴാണ് നമ്മൾ സൂര്യനൊക്കെ അസ്തമിക്കുന്ന ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വിഷ്വലൊക്കെ നമ്മൾ കാണുന്നത് ലൈവായിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക ഈ ചക്രവാളത്തിലോട്ട് ഈ കവികളൊക്കെ പറയുന്ന പോലെ സൂര്യൻ നല്ല ചുമന്ന് നല്ല അസ്തമിക്കാൻ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് കേട്ടോ. അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അത് ഇതുപോലെയുള്ള മലമ്പ്രദേശത്തൊക്കെ വന്ന ആ ഒരു കാഴ്ച കാണണം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. അടുത്ത ഒരു എപ്പിസോഡോട് കൂടി തന്നെ നമ്മുടെ ഈ മണ്ണാർക്കാട് എന്താ പറയുക ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. അൻവറിനെ നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോരുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു മനസ്സിന് സങ്കടം. പിന്നെ വേറൊരു കാര്യം വീണ്ടും പറയാനുള്ളത്, നമ്മുടെ മുതുകോരമല ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ആർക്കെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കും ഭയങ്കര ഒരു മനസ്സിന് വിഷമമുണ്ട് ആർക്കെങ്കിലും വഴിതെറ്റി പോയോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക, അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ ക്ഷമ ചോദിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പോൾ ഓക്കെ, ബൈ.